നമസ്കാരം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് നമ്മൾ ദിവസവും കുളിക്കുന്നവരാണ് എന്നുള്ളതാണ്. കുളിക്കാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളവരാണ് മലയാളികൾ. അവർ ഏത് രാജ്യത്താണെങ്കിലും ഏത് ശൈത്യമുള്ള രാജ്യത്ത് പോയാലും കുളിക്കുന്നത് ഒരു ശീലമാക്കിയവരാണ്. മാത്രമല്ല, ഇപ്പോൾ കാലം മാറിയപ്പോൾ എല്ലാവരും ഷാമ്പുവും മറ്റും ഉപയോഗിച്ച് മുടി വൃത്തിയാക്കുന്നതും പതിവാണ്. പണ്ട് നമ്മുടെ നാട്ടിലാകുമ്പോൾ താളിയും ഇഞ്ചിയൊക്കെ ഉപയോഗിച്ച് ശരീരം വൃത്തിയാക്കുന്നതായിരുന്നു രീതി. പലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലായിരിക്കാം പലരും ഷാമ്പു ഉപയോഗിച്ച് മുടി വൃത്തിയാക്കുന്നത്. കാരണം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അത് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു സംഘം വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് വേനൽക്കാലത്ത് നമ്മൾ എന്നും തലമുടി ഷാമ്പു ഉപയോഗിച്ച് കഴുകണം എന്നാണ്. ഇതൊരു അബദ്ധധാരണയാണോ എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടാകും. കാരണം ദിവസം മുടി ഷാമ്പു ഉപയോഗിച്ച് കഴുകുന്നത് മുടിക്കത്ര നല്ലതല്ല എന്നാണ് പൊതുവെ നമ്മളെല്ലാവരും തന്നെ കരുതിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് UK ജനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണോ ഈ ഡോക്ടർമാർ ഇപ്പോൾ നൽകുന്ന ഉപദേശമെന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരും. ഒരു പരിധിവരെ അത് സത്യവുമാണ്. അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് ഇംഗ്ലണ്ടിൽ ഈ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഈ പൂമ്പൊടിയുടെ ശല്യം എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ വസ്ത്രങ്ങളിലുമൊക്കെ പൂമ്പൊടി ആകുന്നത് പോലെ നമ്മുടെ തലയിലും പൂമ്പൊടി പറ്റിയിരിക്കും. ഇത് വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ശീലമുള്ള ഒന്നാണ്. ഇത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നമ്മൾ തുണി കഴുകി പുറത്ത് വിരിച്ചിരിക്കുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ പൂമ്പൊടി ഒന്ന് പറ്റിയിരിക്കും. പിന്നെ ഉണങ്ങിയതിന് ശേഷം നമ്മളത് തൂവാലയോ മറ്റെടുത്ത് മുഖം തുടയ്ക്കുകയോ അതല്ലെങ്കിൽ വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൊടി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു കയറി വലിയ തോതിൽ അലർജി ഉണ്ടാക്കും എന്നാണ് ഈ വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് വിദഗ്ധന്മാർ പറയുന്നത് നമ്മൾ ദിവസവും തലമുടി ഷാമ്പു ഉപയോഗിച്ച് തന്നെ കഴുകണം ഈ ഒരു സമയത്ത്, അതായത് ഉഷ്ണകാലത്ത്. ഈ പൂമ്പൊടി തലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അത് ആരോഗ്യത്തിന് കേടുവരുത്തും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ദിവസവും ഷാമ്പു ഉപയോഗിച്ച് തന്നെ കുളിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ വിദഗ്ധരുടെ ഉപദേശം. പക്ഷേ ഇത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായും ബാധകമല്ല എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇവിടെ അത്തരത്തിലുള്ള പൂമ്പൊടി ശല്യവും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ പുറത്തു പോകുന്നു, മറ്റു പൊടിയും ഒക്കെ നമ്മുടെ ശരീരത്തിലും മുടിയിലും ഒക്കെ പറ്റിപ്പിടിക്കാറുണ്ട്. എങ്കിലും എല്ലാ ദിവസവും ഷാമ്പു തേച്ച് മുടി കഴുകുന്ന ശീലം നമ്മൾക്കില്ല. അപൂർവം പേർക്ക് മാത്രമായിരിക്കാം ഒരുപക്ഷെ ദിവസവും ഷാമ്പു ഉപയോഗിച്ച് മുടി വൃത്തിയാക്കുന്ന ശീലമുള്ളത്. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് ലണ്ടനിലും സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലും ഇംഗ്ലണ്ടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ പൂമ്പൊടിയുടെ അളവ് വളരെ ഉയർന്ന നിലയിലാണ് ഈ ദിവസങ്ങളിലുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലും ഇതിൻ്റെ അളവ് വർദ്ധിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടർമാരുടെ ഉപദേശം തൽക്കാലം UK ആളുകൾക്ക് മാത്രമായിരിക്കും ബാധകമായിരിക്കുന്നത്. മാത്രമല്ല, ഡോക്ടർമാർ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപദേശം നമ്മൾ കുളിക്കുമ്പോൾ തലമുടി കഴുകുമ്പോൾ പ്രത്യേകിച്ച് ചൂടുവെള്ളം അധികം ഉപയോഗിക്കരുത് എന്നാണ്. ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കുളിക്കേണ്ടതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് നമ്മുടെ മുടിക്കും നമ്മുടെ ശരീരത്തിനുമൊക്കെ തന്നെ ഏറെ ഉത്തേജനം പകരും എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും UK ജനങ്ങൾക്കായി ഈ വിദഗ്ധർ നൽകുന്ന ഉപദേശം, നിങ്ങളുടെ തുണി കഴുകിയിടുമ്പോൾ ഈ സമയത്ത് വേനൽക്കാലത്ത് അഥവാ ഈ പൂമ്പൊടി ശല്യം ഉണ്ടാകുന്ന സമയത്ത് വീടിന് പുറത്ത് തുണി കഴുകിയിടരുത് എന്നാണ്. അത് വീട്ടിനുള്ളിട്ട് തന്നെ ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പൂമ്പൊടി അതിൽ പറ്റിപ്പിടിച്ച് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഈ നനഞ്ഞ തുണി സ്പോഞ്ച് പോലെ ഈ പൂമ്പൊടി എല്ലാം തന്നെ പിടിച്ചെടുക്കുമെന്നും ഇത് പിന്നീട് നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മൾ മുടി എപ്പോഴും വൃത്തിയാക്കി വെച്ചേക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പൊതുവെ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം നമ്മുടെ തലമുടിക്കിടയിൽ അഴുക്കോ മറ്റോ ഒക്കെ തന്നെ പറ്റിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് തന്നെ മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി കുളിക്കാനിറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ വിദഗ്ധർ നൽകുന്ന ഉപദേശം സ്വീകരിക്കുക. ഇതിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ മാത്രം എടുക്കുകയും വിദേശികൾക്കായിട്ടുള്ള ഉപദേശം അവർ തന്നെ സ്വീകരിക്കട്ടെ എന്ന് കരുതുകയും ചെയ്യുക.